ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് 26 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം പാകിസ്ഥാനിലെ തങ്ങളുടെ ഓഫീസ് അടച്ചുപൂട്ടി. ആഗോളതലത്തിലുള്ള പുനഃസംഘടനയുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് കമ്പനി വിശദീകരിക്കുമ്പോഴും പാകിസ്ഥാനിലെ മോശം ബിസിനസ് സാഹചര്യമാണ് ഈ പിന്മാറ്റത്തിന് പിന്നിലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യാ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുന്നു. പാകിസ്ഥാനിലെ ഓഫീസ് പൂട്ടിയെങ്കിലും ഉപഭോക്താക്കൾക്കുള്ള സേവനങ്ങൾ തുടരുമെന്ന് മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. പ്രാദേശിക ഓഫീസുകൾക്കും അംഗീകൃത റീസെല്ലർമാരും വഴിയായിരിക്കും ഇനി സേവനങ്ങൾ നൽകുക. നിലവിലുള്ള കരാറുകളെയോ സേവനങ്ങളെയോ ഈ മാറ്റം ബാധിക്കില്ലെന്നും കമ്പനി ഉറപ്പു നൽകുന്നു. ലോകമെമ്പാടുമായി 9,000-ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്ന ആഗോള പുനഃസംഘടനയുടെ ഭാഗമായാണ് പാകിസ്ഥാനിലെ ഓഫീസ് പൂട്ടുന്നതെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പാകിസ്ഥാനിലെ മൈക്രോസോഫ്റ്റിന്റെ ആദ്യ മേധാവിയായിരുന്ന ജവാദ് റഹ്മാൻ ഈ വാദത്തെ തള്ളിക്കളഞ്ഞു. പാകിസ്ഥാൻ നൽകുന്ന ബിസിനസ് അന്തരീക്ഷത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പിന്റെ സൂചനയാണ് ഈ പിന്മാറ്റമെന്ന് ലിങ്ക്ഡ്ഇനിൽ അദ്ദേഹം കുറിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സർക്കാർ മൈക്രോസോഫ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ 5 ലക്ഷം യുവാക്കൾക്ക് IT പരിശീലനം നൽകാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പിന്മാറ്റം എന്നതും ശ്രദ്ധേയമാണ്. ഗൂഗിൾ പാകിസ്ഥാനിൽ ക്രോംബുക്ക് നിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങുമ്പോഴാണ് മൈക്രോസോഫ്റ്റിന്റെ ഈ പടിയിറക്കം ഉണ്ടാകുന്നതും. പാകിസ്ഥാനിലെ ഓഫീസ് പൂട്ടുന്നത് 5 ലക്ഷം ജീവനക്കാരെ മാത്രമാണ് നേരിട്ട് ബാധിക്കുന്നതെങ്കിലും ആഗോള ടെക് ഭീകരന്മാർക്ക് നിക്ഷേപം നടത്താൻ പാകിസ്ഥാൻ എത്രത്തോളം ആകർഷകമല്ലാത്ത ഒരിടമായി മാറിയുന്നതിന്റെ സൂചനകളാണ് ഈ സംഭവം നൽകുന്നതും.